നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചു പോകേണ്ട എല്ലാ ചാപ്റ്റേഴ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികളാണ്. രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ ഏതെല്ലാമാണ്? രാഷ്ട്രനിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ: ഏകീകൃത രാഷ്ട്രത്തിന് രൂപം നൽകൽ, ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കൽ, സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളായിട്ട് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. മറ്റൊന്ന്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികൾ എന്തെല്ലാമാണ്? ഇന്ത്യ പാകിസ്ഥാൻ വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികൾ ഏതെല്ലാമാണ്? പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ: 1. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മേഖല ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളായ പഞ്ചാബിലും ബംഗാളിലും മുസ്ലിങ്ങളല്ലാത്തവർ ഭൂരിപക്ഷം വരുന്ന മേഖലകൾ ഉണ്ടായിരുന്നു. 4. അതിർത്തിയുടെ ഇരുഭാഗത്തും ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ വന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സമകാലികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികൾ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ നമുക്കൊരു എസ്സേ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടെയാണ്. ഓക്കെ, വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ: 1. ദുരന്തപൂർണമായ ജനതാ കൈമാറ്റം. 2. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം. 3. ലാഹോർ, അമൃത്സർ, കൊൽക്കത്ത എന്നിവ കമ്മ്യൂണൽ സോണുകളായി മാറി. അതുപോലെ അടുത്തൊരു പോയിന്റ്, അഭയാർത്ഥികൾ അക്രമത്തിനിരയായി. മറ്റൊരു പോയിന്റ്, ഏകദേശം 80 ലക്ഷം പേർ ഇരു രാജ്യങ്ങളിലേക്കുമായി കുടിയേറി. അതുപോലെ മറ്റൊരു പോയിന്റ്, 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. അടുത്തൊരു പോയിന്റ്, വിഭജനം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിച്ചു. മറ്റൊരു പോയിന്റ്, സിഖ് രാഷ്ട്രം എന്ന വാദത്തിന് അടിത്തറ പാകി. ലാസ്റ്റ് പോയിന്റ്, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന പ്രക്രിയയുടെ പ്രതിസന്ധികൾ എന്തെല്ലാമാണ്, എന്താണ് വിഭജന പ്രക്രിയ എന്നും വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികൾ എന്തെല്ലാമാണ് എന്നും വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്നും നിർബന്ധമായിട്ടും ഒരു എസ്സേ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുമായി ലയനത്തിന് തയ്യാറാവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ വൺവേർഡൊക്കെ ചോദിക്കാം. ഇന്ത്യയുമായി ലയനത്തിന് തയ്യാറാവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തിരുവിതാംകൂർ, ജുനഗഡ്, കാശ്മീർ, മണിപ്പൂർ തുടങ്ങിയവയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക ആ ചാപ്റ്ററിൽ. രണ്ടാമത്തെ ചാപ്റ്ററാണ് ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം. ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പോയിന്റ് ആക്കിയിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തേത്, 1951 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നു. രണ്ടാമത്തെ പോയിന്റ്, ആദ്യമായി നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം വേണ്ടി വന്നു. മൂന്നാമത്തെ പോയിന്റ്, ആദ്യമായി വോട്ടർ പട്ടിക തയ്യാറാക്കി. നാലാമത്തെ പോയിന്റ്, ആകെ 17 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അടുത്തൊരു പോയിന്റ്, വോട്ടർമാരിൽ പകുതി പേർ വോട്ടവകാശം വിനിയോഗിച്ചു. മറ്റൊരു പോയിന്റ്, 3200 നിയമസഭാ അംഗങ്ങളെയും 489 ലോക്സഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, 15% വോട്ടർമാർ മാത്രമാണ് സാക്ഷരരായി ഉണ്ടായിരുന്നത്. മറ്റൊരു പോയിന്റ്, ഇത്രയും വലിയൊരു രാജ്യത്ത് വോട്ടെടുപ്പ് ആദ്യമായിട്ടാണ് നടത്തുന്നത്. മറ്റൊരു പോയിന്റ്, ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കാൻ ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പെട്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇന്ത്യയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു സവിശേഷതകൾ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന ഒന്ന്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ കാരണങ്ങൾ. ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കൂടുതൽ മേധാവിത്വം കിട്ടാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, സ്വാതന്ത്ര്യ സമരത്തിലെ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കാണ്. മറ്റൊരു പോയിന്റ് നെഹ്റുവിൻ്റെ നേതൃത്വമാണ്. മറ്റൊരു പോയിന്റ് രാജ്യത്താകെ വേരുകളുള്ളൊരു പാർട്ടിയാണ്. മറ്റൊരു പോയിന്റ് കെട്ടുറപ്പുള്ള മറ്റു പാർട്ടികളുടെ അഭാവം നിലനിന്നിരുന്നു. മറ്റൊരു പോയിന്റ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു പോയിന്റ് കേവല ഭൂരിപക്ഷം സമ്പ്രദായത്തിൻ്റെ ആനുകൂല്യം നിലനിന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺഗ്രസ്സിന് കൂടുതൽ മേധാവിത്വം രാജ്യത്ത് കിട്ടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്നാൽ കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു എന്നൊരു ചോദ്യം ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ഇന്ത്യയിൽ ജനാധിപത്യപരമായ സാഹചര്യങ്ങൾ നിലനിർത്തി കോൺഗ്രസ്സിനുണ്ടായിരുന്ന അതായത് നിലനിർത്തിക്കൊണ്ടുള്ളതായിരുന്നു കോൺഗ്രസ് മേധാവിത്വം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? ഇന്ത്യയിൽ ജനാധിപത്യപരമായ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മേധാവിത്വമാണ് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ ചാപ്റ്ററാണ് ആസൂത്രണ വികസനത്തിൻ്റെ രാഷ്ട്രീയം. ആസൂത്രണ വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം നടത്തിയിരുന്നത് ആരാണ് എന്നാണ്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം നടത്തിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ മാറി ഇപ്പോൾ അത് എന്തായി മാറിയിട്ടുണ്ട്? നീതി ആയോഗ് എന്ന പേരിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ആ ചാപ്റ്ററിൽ നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതിയും 2ാം പഞ്ചവത്സര പദ്ധതിയും പഠിക്കുന്നുണ്ട്. 1ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് KN രാജാണ്. 2ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് മഹലനോബിസ് ആണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് ഊന്നൽ നൽകിയത്. 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അതുപോലെ തന്നെ ധവള വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടതാണ്? ധവള വിപ്ലവം വർഗീസ് കുര്യനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ധവള വിപ്ലവം എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് നമ്മൾ വേറൊരു ഭാഷയിൽ പറയും. ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം ഇന്ത്യയിലെ പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. വർഗീസ് കുര്യനാണ് അതിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അതിൻ്റെ പിതാവ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുക. ഇനി 4ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളാണ്. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. വിദേശ ബന്ധങ്ങളിൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ അതിൽ നമുക്ക് ചോദ്യം വരാവുന്നത് എന്താണ്? നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. അപ്പോൾ 3 പോയിൻ്റാണ്. 3 പോയിൻ്റ് നമുക്ക് 3 മാർക്ക് നേടാം. കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത പരമാധികാരം സംരക്ഷിക്കുക എന്നുള്ളതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തേത് ഭൂപരമായ ഐക്യം കാത്തുസൂക്ഷിക്കുക. 3ാമത്തേത് സത്വര സാമ്പത്തിക വികസനം സാധിക്കുക. കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത പരമാധികാരം സംരക്ഷിക്കുക, ഭൂപരമായ ഐക്യം കാത്തുസൂക്ഷിക്കുക, സത്വര സാമ്പത്തിക വികസനം സാധിക്കുക തുടങ്ങിയവയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പഞ്ചശീല തത്വങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും അതൊക്കെ ഒന്ന് പഠിച്ചു പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നുള്ളതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തേത് അന്യോന്യം ആക്രമിക്കാതിരിക്കുക. 3ാമത്തേത് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. 4ാമത്തെ പോയിന്റ് സമത്വവും പരസ്പര സഹായവും വെച്ച് പുലർത്തുക. 5ാമത്തേത് സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇതാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 1962 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് അതിർത്തി തർക്കമാണ്. 2ാമത്തേത് ദലൈലാമ പ്രശ്നമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെക്കുക. ഓക്കെ, അതുപോലെ 1962 ഇന്ത്യ ചൈന യുദ്ധം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം എസ് എ വരാൻ സാധ്യതയുണ്ട്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം, അതും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് യുദ്ധം ഉണ്ടാവാനുള്ള കാരണം? ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ അധീനതയിലുള്ള അക്സായി ചിൻ, അരുണാചൽ പ്രദേശ് എന്നീ പ്രദേശങ്ങളിൽ ചൈന അവകാശവാദം ഉന്നയിച്ചു എന്നുള്ളതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തേത് ചൈന അക്സായി ചിൻ പിടിച്ചെടുത്തു. 3ാമത്തേത് അതിർത്തി തർക്കം സംബന്ധിച്ച് പല ചർച്ചകൾ നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല.
നാലാമത്തേത് 1962 അക്സായി ചിൻ നെഫ മേഖലയിലൂടെ ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ലാസ്റ്റ് പോയിന്റ്, ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്നുള്ളതാണ്. 1962 ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ. യുദ്ധത്തിൻ്റെ ഫലം ഇന്ത്യക്ക് നിരാശയുണ്ടാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, ദേശീയ ബോധം വളർന്നു. ഉന്നത സൈന്യാധിപന്മാരിൽ പലരും രാജിവെച്ചു. മറ്റൊരു പോയിന്റ്, പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ രാജിവെച്ചു. നെഹ്റു സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. സൈനിക ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തെ സാരമായി ബാധിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. വടക്ക് കിഴക്കൻ മേഖലയിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി. നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര തുടങ്ങിയ പുതുതായി സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. ഈ യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലേക്ക് മാറ്റമുണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ കാശ്മീർ പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ 1965 യുദ്ധമുണ്ടാകുന്നു. ഓക്കെ, ഗുജറാത്തിലെ കച്ച് പ്രദേശം പാകിസ്ഥാൻ അക്രമം അഴിച്ചുവിടുന്നു. ഇന്ത്യ പഞ്ചാബ് മേഖലയിൽ പ്രത്യാക്രമണം നടത്തുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു. 1966 താഷ്കന്റ് ഉടമ്പടിയിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും ഒപ്പുവയ്ക്കുന്നു. അതാണ് ആ 1965 യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അതുപോലെ തന്നെ 1971 ബംഗ്ലാദേശുമായിട്ട് യുദ്ധം നിലനിൽക്കുന്നത്. കിഴക്കൻ പാകിസ്ഥാനിലെ പ്രദേശങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കലാശിക്കുന്നു. അതുപോലെ തന്നെ അതാണ് ഈ കിഴക്കൻ മേഖല എന്ന് പറയുമ്പോഴാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് വരുന്നത്. 1971 പാക് പട്ടാളം ഷെയ്ഖ് മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്തു. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരിഞ്ഞു. ബംഗ്ലാദേശുകാരുടെ പോരാട്ടത്തിന് ഇന്ത്യ പിന്തുണ നൽകി. പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും പിന്തുണ കിട്ടി. അതേസമയം ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ 1971 സൗഹൃദ കരാർ ഒപ്പുവെച്ചു. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശ് തലസ്ഥാനമായി ധാക്ക വളഞ്ഞു. പാകിസ്ഥാൻ കീഴടങ്ങി. ബംഗ്ലാദേശ് സ്വതന്ത്രമായി. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ സിംല ഉടമ്പടി ഒപ്പുവെച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതിരിക്കുക. ഓപ്പറേഷൻ വിജയ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ താഷ്കന്റ് എഗ്രിമെൻ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും തമ്മിൽ നടത്തിയ ഒരു കരാറാണ് എന്ത്? താഷ്കന്റ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സിംല എഗ്രിമെൻ്റ് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്ന് ഉള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ 1975 1998 ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം സാധ്യതയുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മയിൽ വയ്ക്കുക. അവിടെ അണുശക്തി സമാധാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആണവ പരീക്ഷണം നടത്തിയത്. വിവേചനപരമല്ലാത്ത ആണവായുധ നിർവ്യാപനത്തിന് തയ്യാറാവണം. ഇന്ത്യ ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല. ആണവായുധം ഇല്ലാത്ത രാജ്യത്തിനു മേൽ ഇന്ത്യ ആണവായുധം പ്രയോഗിക്കില്ല. CTBTയിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും എന്ന് പറയുന്നതാണ് 5ാമത്തെ ചാപ്റ്റർ. അവിടെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആ ഒരു സ്ലോഗൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നോൺ കോൺഗ്രസിസം, അത് ആരുടെ ഒരു എന്താ പറയുക, ആരുടെ അഭിപ്രായത്തിലാണ് നോൺ കോൺഗ്രസിസം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഗ്രസ് ഇതരത്വം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് റാം മനോഹർ ലോഹ്യയാണ്. റാം മനോഹർ ലോഹ്യ ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതാണ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പറയാവുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്ന് പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റ് ലീഡേഴ്സ്. ഇതിൽ സിൻഡിക്കേറ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വരുന്നുണ്ട്. അതായത് കോൺഗ്രസ് ഓർഗനൈസേഷനും കോൺഗ്രസ് റിക്വസിറ്റ്സും ഒക്കെ ആയിട്ട് കോൺഗ്രസ് പിളർന്നല്ലോ. അപ്പോൾ സിൻഡിക്കേറ്റും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റും തമ്മിലുണ്ടായിട്ടുള്ള ഒരു വിയോജിപ്പിൻ്റെ കാര്യത്തിലാണ് എന്തുണ്ടായത്, അവിടെ പിളർപ്പുണ്ടായത്. അപ്പോൾ സിൻഡിക്കേറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? കാമരാജ്, നിജലിംഗപ്പ, സഞ്ജീവ റെഡ്ഡി, അതുപോലെ കർപ്പൂരി
ഠാക്കൂർ, അതുല്യ ഘോഷ് തുടങ്ങിയവരാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ജനാധിപത്യ സംവിധാനം പ്രതിസന്ധിയിൽ എന്നുള്ളതാണ്. 6ാമത്തെ ചാപ്റ്റർ ജനാധിപത്യ സംവിധാനം പ്രതിസന്ധിയിൽ. അടിയന്തരാവസ്ഥയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം വിവരിക്കാനാണ്. അടിയന്തരാവസ്ഥയ്ക്ക് പ്രധാനമായും നമ്മൾ പശ്ചാത്തലം പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ്? സാമ്പത്തിക പശ്ചാത്തലം, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടൽ, അലഹബാദ് ഹൈക്കോടതി വിധി തുടങ്ങിയവയാണ് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമായിട്ട് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക പശ്ചാത്തലത്തിൽ എന്തൊക്കെയുണ്ടായി? ബംഗ്ലാദേശ് യുദ്ധം ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി ഇല്ലാതാക്കി, എണ്ണവില വർധനവ്, വ്യാവസായിക മുരടിപ്പ്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ബീഹാർ പ്രക്ഷോഭം തുടങ്ങിയവയൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ വിലക്കയറ്റം വരെ. ഓക്കെ, ബംഗ്ലാദേശ് യുദ്ധം, എണ്ണവില വർധനവ്, വ്യാവസായിക മുരടിപ്പ്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയവ ഇന്ത്യയുടെ സാമ്പത്തിക പശ്ചാത്തലത്തെ മോശമാക്കി. എന്നാൽ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നതിൽ ബീഹാർ പ്രക്ഷോഭം, ഗുജറാത്ത് പ്രക്ഷോഭം, അതുപോലെ വിലക്കയറ്റം, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതാണ് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിനകത്തുണ്ടായി. അതുപോലെ ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടൽ, പല ഭരണഘടനാ ഭേദഗതികൾക്കെതിരെയും സുപ്രീം കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചു. അലഹബാദ് ഹൈക്കോടതി വിധി വന്നു ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടായത് 1975 ജൂൺ 25 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഓക്കെ, അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975 ജൂൺ 25 ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ആണ്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് എസ് എ എന്തായാലും വരാൻ സാധ്യത കൂടുതലാണ്. രാജ്യത്താകമാനം വ്യാപകമായി അറസ്റ്റ് നടന്നു എന്നുള്ളതാണ് ഒരു പ്രത്യാഘാതം. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാക്കളെയും പ്രക്ഷോഭകാരികളെയും ജയിലിൽ അടച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, സമരങ്ങൾ നിരോധിച്ചു. മറ്റൊരു പോയിന്റ്, പ്രതിഷേധ പ്രകടനങ്ങൾ, പണിമുടക്കുകൾ തുടങ്ങിയവയെല്ലാം നിരോധിച്ചു. അതുപോലെ പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തു. കരുതൽ തടങ്കൽ വ്യാപകമായി ഉപയോഗിച്ചു. 42ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. 100 കണക്കിന് ആളുകളെ നിർബന്ധിത വന്ധീകരണത്തിനിടയാക്കി. അതുപോലെ തുർക്കുമാൻ ഗേറ്റ് ചേരി ബലമായി ഒഴിപ്പിച്ചു എന്നുള്ളതാണ് ഈ അടിയന്തരാവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ അടിയന്തരാവസ്ഥയിലെ ലെസൺസ് ഫ്രം എമർജൻസി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലെസൺസ് ഫ്രം എമർജൻസി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ വെളിവാക്കപ്പെട്ടു. അതായത് ഈ അടിയന്തരാവസ്ഥയുടെ ലെസൺ, അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പാഠങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്താണ് അതിൽ നിന്ന് പഠിച്ചത്? ഒന്ന്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി ദൗർലഭ്യങ്ങൾ വെളിവാക്കി. അതുപോലെ പല ഭരണഘടനാ വ്യവസ്ഥകളും അവ്യക്തമാണെന്ന് ബോധ്യപ്പെട്ടു. മൂന്നാമത്തത്, പൗര സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം ജനങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി കുറച്ച് ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാവുന്നവയാണ്. അത് ഗരീബി ഹട്ടാവോ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദിരാഗാന്ധിയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി 1975 അടിയന്തരാവസ്ഥ എമർജൻസി ഓഫ് 1975 ആർട്ടിക്കിൾ 352 ആണ്. നക്സലൈറ്റ് പ്രസ്ഥാനം, നക്സലൈറ്റ് മൂവ്മെൻറ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ചാരു മജൂംദാറുമായി ബന്ധപ്പെട്ടതാണ് നക്സലൈറ്റ് മൂവ്മെൻറ്റ്. ടോട്ടൽ റവല്യൂഷൻ, സമ്പൂർണ്ണ വിപ്ലവം, ജയപ്രകാശ് നാരായണനാണ്. അതുപോലെ റെയിൽവേ സ്ട്രൈക്ക്, ഇന്ത്യയിലെ റെയിൽവേ സ്ട്രൈക്ക് 20 ദിനം റെയിൽവേ സ്ട്രൈക്ക് നടത്തിയത് ജോർജ് ഫെർണാണ്ടസ് ആണ്. അതുപോലെ എമർജൻസി ഡിക്ലറേഷൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടക്കുന്നത്. എമർജൻസി ഇൻക്വയറി കമ്മീഷൻ, അടിയന്തരാവസ്ഥയെ അന്വേഷണ കമ്മീഷൻ ആരായിരുന്നു? JC ഷാ കമ്മീഷനാണ്. അതുപോലെ ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അതുപോലെ തന്നെ ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെൻറ് ജനതാ സർക്കാരാണ്. ഓക്കെ, ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ എന്ന് പറയുന്നത് ജനതാ സർക്കാരാണ്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ചാപ്റ്ററിൽ അത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇനി 7ാമത്തെ ചാപ്റ്റർ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഉദയമാണ്. ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഉദയത്തിൽ നമുക്ക് ഒരുപാട് പ്രക്ഷോഭങ്ങൾ കാണാൻ സാധിക്കും. ചിപ്കോ പ്രസ്ഥാനം, അതുപോലെ ചാരായ വിരുദ്ധ പ്രക്ഷോഭം, അതുപോലെ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ,
മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നിൽ നിന്ന് ഒന്ന് ചാരായ വിരുദ്ധ പ്രക്ഷോഭം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചിപ്കോ പ്രസ്ഥാനം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പഠിച്ചു വെക്കുക. ആ ചാപ്റ്ററിൽ 7ാമത്തെ ചാപ്റ്റർ അത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൂ. 8ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ പ്രാദേശിക അഭിലാഷങ്ങൾ എന്നുള്ളതാണ്. പ്രാദേശിക അഭിലാഷങ്ങളിൽ കാശ്മീർ ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാശ്മീർ ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മേഖലയിലെ 3 പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ, അതായത് ഇഷ്യൂസ് ഓഫ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുള്ള പ്രൈം മിനിസ്റ്റർ ഓഫ് കാശ്മീർ ആണ്. കാശ്മീരിലെ പ്രധാനമന്ത്രി ആയിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിലെ പാർട്ടിയാണ്. അതുപോലെ ദ്രാവിഡൻ മൂവ്മെൻറ്റ്, ദ്രാവിഡ പ്രസ്ഥാനം ആൻറ്റി ഹിന്ദി അജിറ്റേഷനാണ്, ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമാണ് ദ്രാവിഡിയൻ മൂവ്മെൻറ്റ്. ദ്രാവിഡിയൻ മൂവ്മെൻറ്റ് നടപ്പിലാക്കിയത് EV രാമസ്വാമി നായ്ക്കറാണ്. സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കാശ്മീരിന് സ്പെഷ്യൽ പദവി നൽകുന്നത് ആർട്ടിക്കിൾ 370 ആണ്. അകാലിദൾ പഞ്ചാബിലാണ്. സപ്ത സഹോദരികൾ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയാണ്. മിസോറാം ലാൽഡംഗയുമായി ബന്ധപ്പെട്ടതാണ്. നാഗാലാൻഡ് അങ്കാമി സാഫു പിസോയുമായി ബന്ധപ്പെട്ടതാണ് നാഗാലാൻഡ്. ഇതൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 9ാമത്തെ ചാപ്റ്ററിൽ സംഭവ വികാസങ്ങൾ, ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങളാണ്. രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് രാജീവ് വധമാണ് കേട്ടോ. രാജീവ് ഗാന്ധി വധമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ 1989 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരാജയമാണ്. പിന്നെ മണ്ഡൽ പ്രശ്നം വന്നു. പിന്നെ പുത്തൻ സാമ്പത്തിക നയം 1991 കൊണ്ടുവന്നു. 1989 ദേശീയ മുന്നണി സർക്കാർ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ശുപാർശ ചെയ്തുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവരുന്നതാണ് മണ്ഡൽ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ പുത്തൻ സാമ്പത്തിക നയം 1991 നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചത് അതൊരു രാഷ്ട്രീയ സംഭവവികാസമായി കണക്കാക്കുന്നു. അതുപോലെ രാജീവ് വധം, ഓക്കെ, 1991 രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മരണം. ഓക്കെ, ഇതൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, ബഹുജൻ സമാജ് പാർട്ടി ആരുമായി ബന്ധപ്പെട്ടതാണ്? കാൻഷിറാമുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇനി നമുക്ക് മറ്റൊരു ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്ററാണ്. 11ാമത്തെ ചാപ്റ്റർ നമുക്ക് ഇമ്പോർട്ടൻ്റ് പറയാവുന്നത് ഏതൊക്കെയാണ്? അതിനു മുമ്പ് ഈ 10ാമത്തെ ചാപ്റ്റർ നമുക്ക് എന്താണ്, നമ്മുടെ ശീതസമരവുമായി ബന്ധപ്പെട്ടതാണ്. 10ാമത്തെ ചാപ്റ്റർ കോൾഡ് വാർ ആണ് അല്ലേ. കോൾഡ് വാർ, ശീതസമരം ആരൊക്കെ തമ്മിലാണ്? USA അതുപോലെ തന്നെ USSRും തമ്മിലാണ് ശീതസമരം നടന്നത്. അപ്പോൾ സമഗ്രാധിപത്യം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നുള്ളതാണ് USSRൻ്റെ ഒരു പ്രസ്താവന എങ്കിൽ ജനാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം, മുതലാളിത്തം എന്നതാണ് അമേരിക്കയുടേതുമായി ബന്ധപ്പെട്ട ഒരു പദം. ഓക്കെ, കോൾഡ് വാർ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും കിഴക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്നതാണ് കോൾഡ് വാർ. ക്യാപിറ്റലിസത്തെ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ കമ്മ്യൂണിസത്തെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കോൾഡ് വാറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത്. ഓക്കെ, പിന്നെ ആ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? USA കീഴിലുള്ള സൈനിക സഖ്യങ്ങൾ നേറ്റോ, സിയറ്റോ, സെൻറ്റോ എന്നിവയാണ്. അതുപോലെ USSRൻ്റെ കീഴിൽ വാഴ്സാ ഉടമ്പടിയായിരുന്നു. ഓക്കെ, ഇനി എന്താണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി? അത് പഠിക്കണം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്താണെന്നുള്ളത് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പികൾ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ഈജിപ്ത് ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ, യുഗോസ്ലോവിയ, സുകാർണോ ഇന്തോനേഷ്യ, ക്വാമി നക്രൂമ ഘാന തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മറ്റൊന്ന്, ചേരിചേരാ പ്രസ്ഥാനം നിലവിൽ വന്നത് 1962 ബെൽഗ്രേഡ് സമ്മേളനത്തിലാണെന്നും കൂടെ പ്രത്യേകം ഓർക്കുക. പിന്നെ നമുക്ക് എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. എക്സ്പാൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. LTBTയുടെ എക്സ്പാൻഷൻ ചോദിച്ചിരുന്നു. LTBT ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നുള്ളതാണ് LTBT. NPT എന്ന് പറയുന്നത് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയാണ്. അതുപോലെ SALT സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ആണ്. അതുപോലെ സ്റ്റാർട്ട് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റിയാണ്.
ആണ്. CTBT കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ചില മറ്റൊരു എക്സ്പാൻഷൻസ് നാം നോൺ അലിഗ്മെൻറ്റ് ഓഫ് അലിമെൻറ്റ് മൂവ്മെൻ്റ് ആണ് നാം. അതുപോലെ നിയോ എന്ന് പറയുന്നത് ന്യൂ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഓർഡർ ആണ്. ന്യൂ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഓർഡർ, നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, USSR യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 11ാമത്തെ ചാപ്റ്ററാണ് ഇരുധ്രുവക്രമത്തിൻ്റെ അന്ത്യം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എസ്എ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ റിഫോംസ് ഓഫ് ഗോർബച്ചേവിൻ്റെ റിഫോംസ് പഠിക്കണം. ഓക്കെ, ശിഥിലീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുക. അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച അല്ലെങ്കിൽ ശിഥിലീകരണത്തിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ എസ്എ പറഞ്ഞതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് മാക്സിമം ചെയ്തു തരാൻ മാക്സിമം നോക്കാം. ഷോക്ക് തെറാപ്പി ഇമ്പോർട്ടൻ്റ് ആണ്. ഷോക്ക് തെറാപ്പി ചാപ്റ്ററിൽ ഷോക്ക് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് റഷ്യ ബോറിസ് എൽസിൻ ആണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, 12ാമത്തെ ചാപ്റ്റർ ലോകരാഷ്ട്രീയത്തിലെ അമേരിക്കൻ ആധിപത്യമാണ്. അവിടെ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഗൾഫ് യുദ്ധം, അവിടെ കുറേ പദങ്ങളുണ്ട്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഒന്നാം ഗൾഫ് യുദ്ധം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, സുഡാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ അൽക്വയ്ദ താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, സെപ്റ്റംബർ 11 ഭീകരവാദ ആക്രമണത്തിനെതിരെ അമേരിക്കൻ നടപടിയാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഇറാഖിനെതിരായ നടപടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അമേരിക്കൻ ആധിപത്യം എങ്ങനെയുള്ളതായിരുന്നു? 3 ടൈപ്പ് ഉണ്ട് അമേരിക്കൻ ആധിപത്യം: കർക്കശാധികാര മേധാവിത്വം, ഘടനാപരമായ ശക്തി എന്ന മേധാവിത്വം, പിന്നെ അതുപോലെ തന്നെ മൃദുലാധികാര ശക്തി എന്ന മേധാവിത്വം. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ആധിപത്യത്തെ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നുണ്ട്. അതുപോലെ ഓവർകം ഹെജിമണി സ്ട്രാറ്റജീസ്, അതായത് ഹെജിമണിയുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ഓക്കെ, ഇനി 13ാമത്തെ ചാപ്റ്ററാണ് ബദൽ അധികാര കേന്ദ്രങ്ങൾ. ബദൽ അധികാര കേന്ദ്രങ്ങളിൽ ചൈനയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുന്നുണ്ട്. ചൈനയുടെ കരുത്ത് എന്താണെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചാപ്റ്റർ 14ലേക്ക് പോകുമ്പോൾ സമകാലിക ദക്ഷിണേന്ത്യയാണ്. സമകാലിക ദക്ഷിണേന്ത്യയിൽ നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോപ്പറേഷൻ, അതായത് ഇവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളത് അത്ര ഇമ്പോർട്ടൻ്റ് എടുത്ത് പഠിക്കണം എന്നില്ല, നിർബന്ധമില്ലാത്തതാണ്. ഇനി നമുക്ക് ഇന്ത്യ ശ്രീലങ്ക ആ ഒരു കണക്ഷൻ ഒന്ന് പഠിച്ചു വെച്ചോളുക. ഇന്ത്യ ശ്രീലങ്ക കണക്ഷന്. അതുപോലെ ഈ സാർക്കിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഏതൊക്കെയാണ്, അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? സാർക്ക് 1985 സ്ഥാപിതമായത്. അതിലെ പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. കാഠ്മണ്ഡു ആണ് അതിൻ്റെ ആസ്ഥാനം എന്നൊക്കെ ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഓക്കെ, 15ാമത്തെ ചാപ്റ്ററാണ് അന്താരാഷ്ട്ര സംഘടനകൾ. അതിൽ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടതാണ് ആ ചാപ്റ്ററിൽ നിന്ന്. അതുപോലെ തന്നെ മറ്റൊന്ന് പെർമനൻറ്റ് മെമ്പേഴ്സ്, വീറ്റോ പവർ ഏതൊക്കെയാണ്? പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് വീറ്റോ പവർ USA, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന തുടങ്ങിയവയാണ് വീറ്റോ പവർ ഉള്ളത്. അതുപോലെ സ്ഥിരാംഗത്വം, ഇന്ത്യയുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ ഐക്യരാഷ്ട്ര സമിതിയിൽ സ്ഥിരാംഗത്വത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊരു ചാപ്റ്റർ 16ാമത്തെ സമകാലിക ലോകത്തിലെ സുരക്ഷ എന്നുള്ളതാണ്. അത് പരമ്പരാഗത സുരക്ഷാ നയത്തിലെ 4 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പരമ്പരാഗത സുരക്ഷാ നയത്തിലെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. യുദ്ധം തടയുക, പ്രതിരോധം, ശക്തി സന്തുലനം, സഖ്യമുണ്ടാക്കൽ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഭീഷണികളുടെ പുതിയ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 17ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും എന്നുള്ളതാണ്. പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും, അതിലെ പൊതുവായ ഉത്തരവാദിത്വം വ്യത്യസ്ത തോതിൽ എന്നുള്ളൊരു ഭാഗമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പഠിക്കുക. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓക്കെ, 18ാമത്തെ ചാപ്റ്ററാണ് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തിൽ പ്രധാനമായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, നമ്മുടെ ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, എന്താണ് ആഗോളവൽക്കരണം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട
പ്രത്യാഘാതങ്ങൾ, രാഷ്ട്രീയ പ്രത്യാഘാതം, അതുപോലെ തന്നെ സാമ്പത്തിക പ്രത്യാഘാതം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചില ചാപ്റ്റേഴ്സിലൊക്കെ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതായത് വിവിധ തരം പാർട്ടികൾ, നമ്മുടെ ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനതാ സംഘം, സ്വതന്ത്ര പാർട്ടി, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വിട്ടുപോയേണ്ടതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ആണെങ്കിൽ ഹരിത വിപ്ലവം, അതുപോലെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ ഇന്ത്യയുടെ ആണവ നയം എങ്ങനെയുള്ളതാണ്, അങ്ങനെയുള്ളതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്താണ് ഈ പ്രിവി പഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പ്രിവി പഴ്സ് നിർത്തലാക്കിയത് ആരാന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാകും അല്ലേ. നാട്ടുരാജാക്കന്മാർക്ക് സർക്കാർ നൽകിയിരുന്ന സ്ഥിരം അലവൻസിനെയാണ് എന്ത് പറയുന്നത്, പ്രിവി പഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ 18 ചാപ്റ്റേഴ്സ് പറഞ്ഞു, 18 ചാപ്റ്റേഴ്സിൽ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 70, അതായത് 70 മാർക്കാണ്, 70% അല്ല, 70 മാർക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ വീഡിയോ വളരെയധികം ലെങ്തിയാണ്, മാക്സിമം നിങ്ങൾ സഹകരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ ഇന്ന് അടയാളപ്പെടുത്തിയിട്ട് മാക്സിമം പഠിച്ചിട്ടുണ്ടാകും, എന്നാലും ഇതൊക്കെ ഒന്ന് പഠിച്ചൊന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.